സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്ന സെക്ഷൻ ആണ്. അപ്പൊ എന്താണ് വെക്റ്റർ ഫീൽഡ്? ബേസിക് ആയിട്ട് ഈ കാര്യം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ബാക്കി വരുന്ന സെക്ഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ വെക്റ്റർ ഫീൽഡിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ശരിക്കും വെക്റ്റർ ഫീൽഡ് ഒരു ഫംഗ്ഷൻ ആണ്. എ വെക്റ്റർ ഫീൽഡ് ഇൻ എ പ്ലെയിൻ ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് അസോസിയേറ്റ്സ് വിത്ത് ഈച്ച് പോയിന്റ് പി ഇൻ ദി പ്ലെയിൻ എ യുണീക് വെക്റ്റർ എഫ് ഓഫ് പി പാരലൽ ടു ദി പ്ലെയിൻ. അതായത് നമ്മൾ പ്ലെയിനിന്റെ കേസിൽ പറയുവാണെങ്കിൽ പ്ലെയിനിനകത്ത് വെക്ടേഴ്സ് ഉണ്ട്. അതായത് ഒരു കോർഡിനേറ്റ് പ്ലെയിനിനകത്തുള്ള പോയിന്റ്സ് ഒക്കെ രണ്ട് പോയിന്റ്സ് ഉള്ള കോർഡിനേറ്റ്സ് ആയിരിക്കും. ഇപ്പൊ എക്സ് കോമ വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ്. ഈ കോർഡിനേറ്റിനെ നമ്മൾ വെക്ടർ ഫോമിലാക്കി ഇതിന് നമ്മളൊരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട് ഇതൊരു വെക്ടറിലോട്ട് മാറ്റും. അതായത് ഈ എക്സ് കോമ വൈനെ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എക്സ് കോമ വൈ കൊണ്ടൊരു ഫംഗ്ഷൻ ഉണ്ടാക്കുന്നു എഫ് ഓഫ് എക്സ് വൈ, അതേപോലെ മറ്റൊരു ഫംഗ്ഷൻ ഉണ്ടാക്കുന്നു ജി ഓഫ് എക്സ് വൈ. എന്നിട്ട് ഈ എഫ് ഓഫ് എക്സ് വൈ കിട്ടുന്ന ആളിനെ നമ്മൾ ഫസ്റ്റ് കോർഡിനേറ്റ് ആയിട്ടും ജി ഓഫ് എക്സ് വൈ കിട്ടുന്ന ആളിനെ സെക്കൻഡ് കോർഡിനേറ്റ് ആയിട്ടും എടുത്ത് ഒരു വെക്ടർ ഫോമിലാക്കിയാൽ അതിനെയാണ് നമ്മൾ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ വെറുതെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 1/5 റൂട്ട് വൈ ഐ ആണ്. ഇവിടെ എക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ എക്സാമ്പിൾ ആദ്യം പറയാം. എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു -yi പ്ലസ് എക്സ് ജെ. അതായത് നമ്മൾ ഏത് നമ്പർ ഇപ്പൊ 3,2 എന്ന് പറയുന്ന നമ്പർ ഇട്ട് കൊടുത്തു. അപ്പൊ നമ്മൾ അതിന്റെ എഫ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? -2i പ്ലസ് 3j. അപ്പൊ നമ്മൾ 3,2 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് -2,3 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. -2,3 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. ശരിക്കും ഇവിടെ വരുന്നത് മൊത്തം വെക്ടേഴ്സ് ആണ്. -2,3 എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്. അപ്പൊ വെക്ടർ നൊട്ടേഷനിലായിരിക്കും. നിങ്ങൾ ഈ പടം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് വെച്ചേക്കുക. ഒരു വെക്ടർ ഫീൽഡിനെ ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് കുറെ വെക്ടറുകൾ അടുക്കി പറക്കി വെച്ചേക്കുന്ന രീതിയിലായിരിക്കും വരുന്നത്. അപ്പൊ ഈ ഡെഫിനിഷൻ പഠിച്ചു വെച്ചേക്കുക. അതൊരു ഫംഗ്ഷൻ ആണ്. ഒരു യുണീക് വെക്ടറിനെ യുണീക് വെക്ടറിലോട്ട് നമ്മൾ എന്താണ് മാപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അതേപോലെ തന്നെ 3 സ്പേസിലാണെങ്കിലും ഇത് കണക്ക് തന്നെ ഒരു പോയിന്റ് ഇൻ 3 സ്പേസിനെ ഒരു യുണീക് വെക്ടർ ആക്കി മാറ്റും. എക്സ് കോമ വൈ എന്ന് പറയുന്ന പോയിന്റിനെ ഇവിടെ വെക്ടർ ആക്കിയതുപോലെ എക്സ് കോമ വൈ കോമ ഇസഡ് എന്ന് പറയുന്ന പോയിന്റിനെ ഇതേപോലെ വെക്ടർ ആക്കും. ഇപ്പോൾ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ 3 സ്പേസിലാണെങ്കിൽ അതിനകത്ത് 3 കൊച്ചു കൊച്ചു ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. അവർ നമ്മൾ കമ്പോണന്റ് ഫംഗ്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ ആണ് എന്താണ് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ്. ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. If R is a radius vector in 2 space or 3 space and if C is a constant, then a vector field of the form f of R equal to C divided by norm R cube into R. ഇതൊരു ഫോർമുലയാണ്. ഈ ഇങ്ങനത്തെ ഫോർമുലയിൽ വരുന്ന വെക്ടർ ഫീൽഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അതൊരു റേഡിയസ് വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. ആ റേഡിയസ് വെക്ടറിനെ C ഡിവൈഡഡ് ബൈ നോം R ക്യൂബ് ഇൻറ്റു R എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്താൽ ആ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നോം ആർ എന്താണ് നമുക്ക് അറിയായിരിക്കും. ഇപ്പൊ ആർ എന്ന് പറയുന്നത് എന്താണ്? സം xi പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നോം ആർ കണ്ടുപിടിക്കുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഐയുടെ കമ്പോണന്റിന്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കമ്പോണന്റിന്റെ സ്ക്വയർ പ്ലസ് കെയുടെ കമ്പോണന്റിന്റെ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന നോം ആർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നോം ആറിന്റെ ക്യൂബ് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ വായിച്ചു നോക്കുക. അത്ര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾ എന്താണ് 1 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ കൂളോംസ് ലായിൽ പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, കൂളോംസ് ലായിലെ ഇക്വേഷൻ ശരിക്കും എന്താണ്? ഒരു ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് ആണ്. കാരണം എഫ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ് ഫിസിക്സിൽ. Q ഡിവൈഡഡ് ബൈ 4πε0 ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ നോം ആർ ക്യൂബ് ഇൻറ്റു ആർ. അപ്പൊ ഇതിൽ ശരിക്കും ഇത്രയും പേരും എന്താണ്? കോൺസ്റ്റൻസ് ആണ്. അപ്പൊ ആ കോൺസ്റ്റൻസിനെ നമ്മൾ സി എന്ന് വിളിച്ചാൽ C ഡിവൈഡഡ് ബൈ നോം ആർ ക്യൂബ് ഇൻറ്റു ആർ ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പോസിറ്റീവ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. അപ്പൊ ഇതെന്താണ്? ശരിക്കും ഒരു ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡിന്റെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രോബ്ലം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. എന്താണ് ഗ്രേഡിയന്റ് ഫീൽഡ്? ഒരു വെക്ടർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫൈ എന്ന് പറയുന്ന ഒരു വെക്ടർ ഫീൽഡ് ആണെങ്കിൽ ഡെൽ ഫൈ എന്നാണ് നമ്മൾ ഗ്രേഡിയന്റ് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഡോ ഫൈ ഐ ബൈ ഡോ എക്സ്, ഡോ ഫൈ ബൈ ഡോ വൈ ജെ, ഡോ ഫൈ ബൈ ഡോ ഇസഡ് കെ. ഇതിനെയാണ് നമ്മൾ ഗ്രേഡിയന്റ് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫംഗ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു ഫീൽഡ് ഉണ്ടാക്കാം. ഫൈ എന്ന് പറയുന്നത് വെക്ടർ ഫീൽഡ് ആയിരിക്കണമെന്നില്ല. ആ ഒരു ചുമ്മാ കിടക്കുന്ന ഒരു ഫംഗ്ഷന് 3 സ്പേസിൽ ഒരു ഫംഗ്ഷന് നമുക്ക് ഒരു ഫീൽഡ് ആക്കി മാറ്റാൻ പറ്റും. ഫോർമുല പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മറ്റൊരു ഡെഫിനിഷൻ ആണ്. എന്താണ് കൺസർവേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? എ വെക്ടർ ഫീൽഡ് എഫ് ഇൻ 2 സ്പേസ് ഓർ 3 സ്പേസ് ഈസ് സെഡ് ടു ബി കൺസർവേറ്റീവ് ഇൻ എ റീജിയൻ ഇഫ് ഇറ്റ് ഈസ് ദി ഗ്രേഡിയന്റ് ഫീൽഡ് ഫോർ സം ഫംഗ്ഷൻ ഫൈ ഇൻ ദ റീജിയൻ. അതായത് എഫ് എന്ന് പറയുന്ന വെക്ടർ ഫീൽഡ് കൺസർവേറ്റീവ് ആകണമെങ്കിൽ ഏതോ ഒരു ഫംഗ്ഷൻ ഫൈയുടെ ഗ്രേഡിയന്റ് ആയിട്ടൊന്ന് മാറണം. ആ ഫംഗ്ഷൻ ഫൈനെയാണ് നമ്മൾ വിളിക്കുന്നത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫോർ എഫ് ഇൻ ദ റീജിയൻ.
ഡെഫിനിഷൻസ് ഒക്കെ ഓർത്ത് വെച്ചേക്കുക, കൃത്യമായിട്ട് എഴുതി വെച്ചേക്കുക. നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ആവശ്യം വരുന്ന സാധനങ്ങളാണിത്, അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി പോവാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ്സ് ആർ കൺസർവേറ്റീവ് ഇൻ എനി റീജിയൻ ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ദി ഒറിജിൻ. ഫോർ എക്സാമ്പിൾ, ഇൻ ദി 2-dimensional കേസ് നമ്മൾക്ക് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് എന്താണെന്ന് കാണിക്കാൻ പോവുക, അത് കൺസർവേറ്റീവ് ആണെന്ന് കാണിക്കാൻ പോവുക. അതായത് നമ്മളുടെ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സി ഡിവൈഡഡ് ബൈ നോം ആർ ക്യൂബ് ഇൻറ്റു ആർ ഫോമിലാണ് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ ഫൈവ് ഓഫ് എക്സ് വൈ ഇത് കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. നമ്മൾ കൂടുതൽ ചിന്തിക്കാണെന്ന് നിൽക്കേണ്ട, ഇതൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെന്ന് കാണിക്കാൻ 2 മാർക്കിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ഫൈവ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് സി ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 എന്ന് നമ്മൾ ഫൈവിനെ ഡിഫൈൻ ചെയ്ത് വെക്കുന്നു. ആ ഫൈവ് ഉപയോഗിച്ച് നമ്മൾ ഡെൽ ഫൈ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ ആണ് ഫോർമുല എന്ന് നമുക്കറിയാം. അപ്പൊ ഇവന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സിനെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? മൈനസ് സി കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഇപ്പൊ ഡിവൈഡഡ് ബൈ 1/2 ആണ്. അപ്പൊ നമുക്ക് അതിനെ ആദ്യം മാറ്റാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ റേസ് ടു മൈനസ് 1/2 എന്ന് എഴുതാം. ഇനി ഞാൻ അതിന്റെ ഡോ ബൈ ഡോ എക്സ് എടുക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, നമുക്കറിയാം മൈനസ് സി കോൺസ്റ്റന്റ് ആണ്. ഇനി എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. സോ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ മൈനസ് 1/2 നമ്മളുടെ എക്സ് എന്ന് പറയുന്നത് ഈ ഫുൾ നമ്പർ ആണ്, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ the whole raised to n minus 1 minus 1/2 minus 1 that is minus 3/2. നെക്സ്റ്റ് നമ്മൾ ഇതിനകത്തുള്ള ആളിന് ഡെറിവേറ്റീവ് എടുക്കണം അല്ലെ. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുന്നതുകൊണ്ട് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കും 2x, വൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആയിരിക്കും, അപ്പൊ അത് 0 ആണ്. അപ്പൊ ഇതാണ് നമുക്ക് ഡെറിവേറ്റീവ് കിട്ടുന്നത്. ഈ ടൂവും ക്യാൻസൽ ആകുന്നു, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകുന്നു. സോ സി ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ റേസ് ടു മൈനസ് 3/2 അല്ലെ. ആ മൈനസ് 3/2 താഴെ എഴുതി കഴിഞ്ഞാൽ സി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 എന്ന് വരും. ആ ആൻസർ ആണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്, കുഴപ്പമില്ലല്ലോ. അപ്പൊ സി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ഐ പ്ലസ് അതേപോലെ നമ്മൾ എക്സിന് പകരം വൈ ഇട്ട് കൊടുത്താൽ നമുക്ക് അതിങ്ങനെ കിട്ടും. ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നത്. ഇനി ഞാൻ സി കോമൺ എടുത്തു, സിയും താഴെ കിടക്കുന്ന ആളിനെ കോമൺ എടുത്താൽ സി ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ഇൻറ്റു എക്സ് ഐ പ്ലസ് വൈ ജെ എന്ന് കിട്ടും. ഇനി നിങ്ങൾ നോക്കുക, എക്സ് ഐ പ്ലസ് വൈ ജെ ആണ് ശരിക്കും നമ്മളുടെ ആറ്. അപ്പൊ നോം ആർ എന്ത് വരും? നോം ആർ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, നോം ആർ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. അപ്പൊ നോം ആറിന്റെ ക്യൂബ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇനി ഞാൻ സ്ക്വയർ റൂട്ടിനെ എനിക്ക് ഹോൾ റേസ് ടു 1/2 എന്ന് വിളിക്കാമല്ലോ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 ദ ഹോൾ റേസ് ടു 3. അപ്പൊ നമ്മൾ ആ 1/2നെ 3നെ മൾട്ടിപ്ലൈ 3/2 എന്ന് എഴുതും. അപ്പൊ ശരിക്കും എഴുതിയേക്കുന്നത് നോം ആർ ക്യൂബ് ആണ്, ഇത് ആറാണ്. അപ്പൊ നമ്മളുടെ ഫോമുല എന്തായി? സി ഡിവൈഡഡ് ബൈ നോം ആർ ക്യൂബ് ഇൻറ്റു ആർ എന്നായി. അതായത് എഫ് ഓഫ് എക്സ് വൈ ആണ്, ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡിന്റെ ഒരു ഫോർമുലയാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ആ ഒരു എഫ് ഐ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതി മനസ്സിലാക്കി കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താണ്? ഡൈവേർജൻസും കേളും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്, ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേക്കേണ്ട സാധനമാണ് കേട്ടോ. ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. ഡൈവേർജൻസും കേളും വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പൊ നോക്കിയേ, എന്താണ് ഡൈവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു വെക്ടർ ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ വെക്ടർ ഫീൽഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡൈവേർജൻസ് ഡിഫൈൻ ചെയ്യുന്നത് ഡൈവേർജന്റ് എഫ് ഈസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ ഇസഡ്. ഇത് ഒരു വെക്ടർ അല്ല, ഒരു സ്കെയിലാർ ആണ്. കാരണം എന്താണ്? ഇവിടെ ഐയും ജെയും കെയും ഒന്നുമില്ല. അപ്പൊ ഈ ഒരു ഫോർമുല നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് കേളിന്റെ ഡെഫിനിഷൻ ആണ് ഡൈവേർജൻസും കേളും. ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഇതേപോലെ കിട്ടിക്കഴിഞ്ഞാൽ കേളിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. അപ്പൊ ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് എപ്പോഴും എന്തായിരിക്കും? ഒരു വെക്ടർ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് കേൾ എഫിന്റെ ഫോർമുല ഇതേപോലെ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു ക്രോസ് പ്രോഡക്റ്റ് ആയിട്ട് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് എഫ് ജി എച്ച് ഈ ഒരു ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കേൾ എഫ് കിട്ടും. പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഫൈൻഡ് ഡൈവേർജൻസ് ആൻഡ് കേൾ ഓഫ് ദി വെക്ടർ ഫീൽഡ്. ഇതേപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഡൈവേർജൻസിന്റെ ഫോർമുല എന്തായിരുന്നു? ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഫസ്റ്റ് കമ്പോണന്റ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു സെക്കൻഡ് കമ്പോണന്റ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഇൻറ്റു തേർഡ് കമ്പോണന്റ്. അപ്പൊ എക്സ് സ്ക്വയർ വൈയുടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആണ്, എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x, സോ 2xy. ഇവിടെ നമ്മൾ വൈ കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2ഉം ഇസഡും കോൺസ്റ്റന്റ്, വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3y സ്ക്വയർ, സോ 2 ഇൻറ്റു 3y സ്ക്വയർ ഇൻറ്റു ഇസഡ്. അപ്പോൾ 2 ഇൻറ്റു 3 6y സ്ക്വയർ ഇസഡ് എന്ന് വരും.
പ്ലസ് ഇവിടെ 3 കോൺസ്റ്റന്റ് ഇസഡിനെ ഇസഡ് വെച്ച് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 കിട്ടും 3 into 1. സോ ഇതാണ് നമ്മളുടെ എന്ത് ഡൈവേർജന്റ് എന്ന് പറയുന്നത് 2xy പ്ലസ് 6y² z പ്ലസ് 3 എന്ന് പറയുന്നത്. ഇനി എന്താണ് കേള്? നമ്മളുടെ ഡിറ്റർമിനന്റ് ആണ് അല്ലെ. നമ്മൾ ഡിറ്റർമിനന്റ് ഫോമിലാക്കി ijk ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ z. ഇത് ഫിക്സ്ഡ് ആണ്. ഇനി ഈ 3 കമ്പോണന്റ് എടുത്ത് ഇവിടെ എഴുതി കൊടുക്കുക. എന്നിട്ട് നോക്കിയേ, നമ്മൾ ഡിറ്റർമിനന്റ് ഒരിക്കൽ അറിയാലോ. ഫസ്റ്റ് i ഇൻറ്റു ഇതേ മൈനസ് ഇതേ ഇൻറ്റു ഇത് അല്ലെ. നമ്മൾ ഡിറ്റർമിനന്റ് എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? ഓക്കെ, നമ്മൾ ഈ രണ്ടുപേരെ അങ്ങ് ഡിലീറ്റ് ചെയ്യും അല്ലെ. എന്നിട്ട് ഇതേ ഇൻറ്റു ഇതേ മൈനസ് ഇതേ ഇൻറ്റു ഇത്. അപ്പൊ ശരിക്കും ഇതേ ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് 3z. 3zന്റെ വൈത്ത് ഡെറിവേറ്റീവ് ആണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. 3zനെ y കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ y ഇല്ലാത്തതുകൊണ്ട് ഇവര് കോൺസ്റ്റന്റ് ആണ്, 0 ആയി പോകും. മൈനസ് ഇതേ ഇൻറ്റു ഇതെന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഈ സാധനമാണ് അല്ലെ. അപ്പോൾ ഇസഡ് ഉള്ളത് കൊണ്ട് ബാക്കി രണ്ടുപേരും കോൺസ്റ്റന്റ് ആണ്. ഇസഡിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ 2y³ into 1 2y³ എന്ന് കിട്ടും അല്ലെ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ജെ എടുക്കും. മൈനസ് ജെ ഇൻറ്റു ജെ ഉള്ള കോളോ റോയും ക്യാൻസൽ ചെയ്യും. ശരിക്കും ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഓഫ് 3z 0 വരും. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് x²y ഇവിടെ ഇസഡ് ഇല്ലാത്തതുകൊണ്ട് അതും 0 ആകും. നെക്സ്റ്റ് എന്താണ്? നമ്മൾ കെ എടുക്കും അല്ലെ. പ്ലസ് കെ ഇൻറ്റു കെ ഉള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്യും. ഡോ ബൈ ഡോ എക്സ് ഓഫ് 2y³ z. എക്സ് ഇല്ലെങ്കിൽ അപ്പോഴേ അതിനെ 0 എന്ന് എഴുതാം. മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് x²y x² കോൺസ്റ്റന്റ് ആണ്. വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്. സോ x² എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് അതിന്റെ ആൻസർ കിട്ടുന്നത്. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ മൈനസ് 2y³ i ഇത് 0 ആയി പോയി. മൈനസ് x²k എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് ദ ഡൈവേർജൻസ് ഓഫ് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് ഈസ് 0. അപ്പൊ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡിന്റെ ഡൈവേർജൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഡൈവേർജൻസ് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് നമ്മൾ നോം r³ എന്ന് പറഞ്ഞല്ലോ. ആ നോം r³ നമുക്ക് ഇങ്ങനെയും എഴുതാം. x² പ്ലസ് y² പ്ലസ് z² ദ ഹോൾ റേസ് ടു 1/2 ഹോൾ റേസ് ടു 3 അങ്ങനെ ഹോൾ റേസ് ടു 3/2 ആയി നേരത്തെ പറഞ്ഞ പോലെ. ഇത് നമ്മളുടെ r ആണ്. xi പ്ലസ് yj പ്ലസ് zk. അപ്പൊ നമ്മൾ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി r³ എന്ന് തന്നെ എഴുതി. ഇതിന് നമ്മൾ r എന്ന് വിളിച്ചാൽ r³ എന്ന് എഴുതാമല്ലോ. അതാകുമ്പോൾ എളുപ്പമുണ്ട്. ഇതിനെ 6 ആക്കിയില്ല. അപ്പൊ നോക്കിയേ, cxi പ്ലസ് cyj പ്ലസ് czk ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഡിവൈഡഡ് ബൈ r³. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിയേ, നമ്മൾക്ക് ഓരോന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്? cx ഡിവൈഡഡ് ബൈ r³ i പ്ലസ് cy ഡിവൈഡഡ് ബൈ r³ j പ്ലസ് cz ഡിവൈഡഡ് ബൈ r³ k. ഇനി നമുക്ക് ഡൈവേർജന്റ് കണ്ടുപിടിക്കാൻ ഇതിന്റെ ഓരോന്നിന്റെയും വിത്ത് റെസ്പെക്ട് ടു എക്സിലുള്ള ഡെറിവേറ്റീവ് വേണം. അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് നമുക്ക് കിട്ടേണ്ടത് ഡോ ബൈ ഡോ എക്സ് ഓഫ് r³ cx ഡിവൈഡഡ് ബൈ r³ എന്നുള്ളതാണ്. ഓക്കെ, cx ഡിവൈഡഡ് ബൈ r³ ഡോ ബൈ ഡോ എക്സ് വേണം. അപ്പൊ അതിന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. r എന്ന് പറയുന്നതും എക്സ് ഉള്ള ഒരാളാണ്, എക്സ് ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാതെ കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ r-ന്റെ ഡെറിവേറ്റീവ് അറിയണം, ഡോ r ബൈ ഡോ എക്സ് അറിയണം. അപ്പൊ ഞാൻ നോക്കിയ ഡോ r ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാൻ പോവാ. ഡോ r ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് x² പ്ലസ് y² പ്ലസ് z² ദ ഹോൾ റേസ് ടു 1/2. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ x റേസ് ടു n കേസ് പറഞ്ഞ പോലെ n x റേസ് ടു n - 1 ആണ്. 1/2 x² പ്ലസ് y² പ്ലസ് z² ദ ഹോൾ റേസ് ടു n - 1 1/2 - 1 ദാറ്റ് ഈസ് -1/2 ഇൻറ്റു ഇതിനകത്തുള്ള ആളുടെ ഡെറിവേറ്റീവ് എടുക്കണം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അവിടെ ആര് മാത്രമേ വരൂ? 2x മാത്രമേ വരൂ. ബാക്കിയുള്ളവർ 0 ആയിപ്പോകും. ഈ 2ഉം നമ്മൾ ക്യാൻസൽ ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുന്നത്? x² പ്ലസ് y² പ്ലസ് z² ദ ഹോൾ റേസ് ടു -1/2 ഇൻറ്റു എക്സ്. അപ്പൊ ഞാൻ ആ എക്സ് ആദ്യം എഴുതി. -1/2 ആയതുകൊണ്ട് താഴെ കൊണ്ടുപോയി +1/2 ആക്കാമല്ലോ. അപ്പൊ എക്സ് ഡിവൈഡഡ് ബൈ x² പ്ലസ് y² പ്ലസ് z² ദ ഹോൾ റേസ് ടു 1/2 എന്നാക്കി. ഇനി ഈ പറയുന്ന x² പ്ലസ് y² പ്ലസ് z² ദ ഹോൾ റേസ് ടു 1/2 എന്ന് പറയുന്നത് നമ്മളുടെ r തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ r എന്ന് അതിനെ എഴുതാൻ പറ്റും. അപ്പൊ ഡോ r ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് x ഡിവൈഡഡ് ബൈ r ആണ്. ഡോ r ബൈ ഡോ y എന്ന് പറയുന്നത് y ഡിവൈഡഡ് ബൈ r ആണ്. ഡോ r ബൈ ഡോ z എന്ന് പറയുന്നത് z ഡിവൈഡഡ് ബൈ r ആണ്. ബാക്കി നമുക്ക് ചെയ്യാതെ എഴുതാൻ പറ്റും. ഇനി ഡൈവേർജന്റ് f എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഓരോന്നിന്റെയും പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ടാണ് വരുന്നത്. അതായത് നിങ്ങൾ നോക്കിയേ, ഡോ ബൈ ഡോ എക്സ് ഓഫ് cx ബൈ r³ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് cy ബൈ r³ പ്ലസ് ഡോ ബൈ ഡോ z ഓഫ് cz ബൈ r³. അതിൽ തന്നെ എല്ലാത്തിലും c ഉള്ളത് കൊണ്ട് ഞാൻ c ഇങ്ങനെ കോമൺ എടുത്തു. നെക്സ്റ്റ് ഡോ ബൈ ഡോ എക്സ് ഓഫ് x ബൈ r³, ഡോ ബൈ ഡോ വൈ ഓഫ് y ബൈ r³, ഡോ ബൈ ഡോ z ഓഫ് z ബൈ r³. ഇനി ഇതൊരു ഡിവിഷൻ ഉള്ള ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പൊ അങ്ങനത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, കോഷ്യന്റ് റൂൾ എന്ന് പറയും. എന്തായിരുന്നു റൂള്?
പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ എഴുതുന്നത്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഇപ്പൊ ഈ സാധനത്തിന്റെ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ നോക്കി ഡിനോമിനേറ്റർ ആർ ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. സോ ആർ ക്യൂബ് ഇൻറ്റു 1 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. അപ്പോൾ ആർ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ആർ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡെറിവേറ്റീവ് എടുക്കുക. ഡോ ബൈ ഡോ എക്സ് ഓഫ് ആർ ക്യൂബ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ആർ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. 3r² ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ്. ഇങ്ങനെയാണത് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് മൈനസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, സോറി ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. അപ്പൊ എന്ത് വരും? 3r² ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് എന്നാണ് വരുന്നത്. ഡോ ആർ ബൈ ഡോ എക്സ് നമ്മൾ കണ്ടുപിടിച്ചു എക്സ് ബൈ ആർ. സോ 3r² ഇൻറ്റു എക്സ് ബൈ ആർ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ, ആർ ക്യൂബിന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? നോക്കിയേ, ഇതിപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതാം. ആർ ക്യൂബ് മൈനസ് എക്സ് ഇൻറ്റു എക്സും ഇവിടെ ഉണ്ട്. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആയി അല്ലെ? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആയി ഡിവൈഡഡ് ബൈ നോക്കിയേ ആർ ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയറും ഉണ്ട് 3r² ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ് ഇൻറ്റു 3r² അല്ലെ? ഞാനത് എഴുതി കാണിക്കാം. അപ്പോൾ എക്സ് ഇൻറ്റു 3r² ഇൻറ്റു എക്സ് ബൈ ആർ ഡിവൈഡഡ് ബൈ ആർ റൈസ് ടു 3 ഇൻറ്റു 2. അപ്പൊ 6 ആണ് കിട്ടുന്നത് അല്ലെ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ ആർ റൈസ് ടു 6. അപ്പൊ നമുക്ക് അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലെ? ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ ആർ റൈസ് ടു 6 മൈനസ് എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ. അപ്പൊ 3x². ഇവിടെ ആർ സ്ക്വയറും ആറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടും. 3x² ആർ ഡിവൈഡഡ് ബൈ ആർ റൈസ് ടു 6 അല്ലെ? അപ്പൊ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ ആർ റൈസ് 6 എനിക്ക് 1/r³ എന്നും വിളിക്കാം. മൈനസ് 3x² ബൈ ആർ റൈസ് ടു 5 അല്ലെ? അപ്പൊ നമുക്ക് ഇതുണ്ട്, ആറും ആർ റൈസ് 6ഉം വെട്ടിപ്പോയിട്ട് ആർ റൈസ് ടു 5 എഴുതാം. സോ 3x² ഡിവൈഡഡ് ബൈ ആർ റൈസ് ടു 5. അതേപോലെ നമുക്ക് y ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 1/r³ മൈനസ് 3y² ബൈ ആർ റൈസ് ടു 5 എന്നും z ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെയും കിട്ടും. ഇനി നമ്മൾ ഡൈവേർജന്റ് എഫ് കണ്ടുപിടിക്കുമ്പോൾ സി ഇൻറ്റു ഇതെല്ലാം ആഡ് ചെയ്യുവാണ് വേണ്ടത് അല്ലെ? അപ്പൊ നോക്കി 1/r³ പ്ലസ് 1/r³ പ്ലസ് 1/r³ അതാണ് 3/r³ എഴുതിയേക്കുന്നത്. ഇനി മൈനസ് 3x² പ്ലസ് 3y² പ്ലസ് 3z² ഡിവൈഡഡ് ബൈ ആർ റൈസ് ടു 5. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്കറിയാം, നമ്മളിവിടെ 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ x² പ്ലസ് y² പ്ലസ് z² അല്ലെ? x² പ്ലസ് y² പ്ലസ് z² എന്ന് പറയുന്നത് r² ആണ്. x² പ്ലസ് y² പ്ലസ് z² എന്ന് പറയുന്നത് r² ആണ്. അതായത് ഈ 1/2 അപ്പുറത്ത് സ്ക്വയർ ആക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ്. അപ്പൊ ഈ 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന സാധനത്തിന് എനിക്ക് r² എന്ന് വിളിക്കാം അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ സ്ക്വയറും r² ആർ റൈസ് ടു 5ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും? നമുക്ക് 3/r³ വരും. സോ 3/r³ മൈനസ് 3/r³ 0 ആയി പോകും. അപ്പൊ ഡൈവേർജന്റ് എഫ് എന്താണ്? 0 ആണ് കിട്ടുന്നത് എപ്പോഴും. അപ്പൊ ഇത് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡിന്റെ ഡൈവേർജൻസ് എന്താണെന്ന് കാണിക്കണം? 0 ആണെന്ന് കാണിക്കണം. നെക്സ്റ്റ് വളരെ കുറച്ച് ഡെഫിനിഷൻസ് ആണ്. എന്താണ് ഡെൽ ഓപ്പറേറ്റർ? ഡെൽ ഈസ് ഈക്വൽ ടു നമ്മളിപ്പോ ഡൈവേർജന്റ് എഫിലൊക്കെ എഴുതിയില്ലേ, അതിനകത്ത് എഫ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5 എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ആയി. ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ ബൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ. ഇതൊരു ഓപ്പറേറ്റർ ആണ്. ആ ഓപ്പറേറ്ററിന് ഏത് ഫംഗ്ഷൻ കൊടുക്കുന്നോ അതനുസരിച്ച് ആ ഫംഗ്ഷൻ ആക്ട് ചെയ്യും. ഇപ്പൊ എഫ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഐ എന്ന് വരും. ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ, അതൊരു ഓപ്പറേറ്റർ ആണ്. അതിന്റെ കൂടെ നമ്മളുടെ ആ ഫംഗ്ഷൻ കൂടി കൊടുക്കണം. എഫ് ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് എഫ് കെ എന്ന് വരും. അത് നമുക്ക് ഏത് കൊടുത്താലും നമ്മൾക്ക് ആ ഒരു ഓപ്പറേഷൻ ചെയ്ത് കിട്ടും. നമ്മളിപ്പോ ഡെറിവേറ്റീവ് ഒരു ഓപ്പറേറ്റർ ആണെന്ന് പറയുന്ന പോലെ ഡെൽ ഒരു വലിയ ഓപ്പറേറ്റർ ആണ്. നെക്സ്റ്റ് ഡൈവേർജന്റ് എഫിന് നമുക്ക് ഡെൽ ഉപയോഗിച്ച് എഴുതാൻ പറ്റും. ഡെൽ ഡോട്ട് എഫ് ചെയ്താൽ മതി. ഡെൽ ഡോട്ട് എഫ് ആണ് ഡൈവേർജന്റ് എന്ന് പറയുന്നത്. അതായത് എഫ് എടുത്തിട്ട് ആഡ് ചെയ്യുവാണല്ലോ, വെക്ടർ മാറ്റി ആഡ് ചെയ്യുക, ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, കേൾ എഫ് എന്ന് പറയുന്നത് ഡെൽ ക്രോസ് എഫ് ആയിട്ട് എഴുതാൻ പറ്റും. അതായത് ഫസ്റ്റ് ഡെല്ലിന്റെ കമ്പോണൻസ് അടുത്ത എഫിന്റെ കമ്പോണൻസ്, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? ഫോർമുലാസ് ഓഫ് ഡൈവേർജൻസ് ആൻഡ് കേൾ യൂസിങ് ഡെൽ ഓപ്പറേറ്റർ. ഇങ്ങനെയൊക്കെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോർത്ത് വെച്ചിരുന്നാൽ മതി. 1 മാർക്കിനൊക്കെ ചോദിച്ചാൽ എഴുതണം. നെക്സ്റ്റ് എന്താണ് ലാപ്ലാസ് എന്ന് നോക്കി വെച്ചേക്കുക. അത് ലാപ്ലാസിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർ ആണ്. ഡെൽ ഇൻറ്റു ഡെൽ. അതായത് ഇവിടെ നമ്മൾ ഡോ എടുത്തെടുത്തൊക്കെ ഡോ സ്ക്വയർ ആക്കുക. ഡോ സ്ക്വയർ ബൈ ഡോ x² ഐ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ y² ജെ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ z² കെ. ഓക്കെ, ആ രീതിയിൽ വരുന്ന സാധനം. കെ ഇല്ല, നമ്മളത് ഡോട്ട് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഐയും ജെയും കെയും ഇല്ല. അപ്പൊ ഇത് ജസ്റ്റ് ആഡ് ചെയ്യുക എന്ന് പറയുന്ന സാധനം മാത്രമാണ്. ഇതിനെയാണ് ലാപ്ലാസിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. പിന്നെ ലാപ്ലാസ് ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു വെക്കുക. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പ്രോബ്ലം ഒന്നുമില്ല.
ഡെൽ സ്ക്വയർ എഫ് എന്താണ്? ഡെൽ സ്ക്വയർ എഫ് ഈക്വൽ ടു 0 വരുമ്പോഴാണ് ലാപ്ലാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചേക്കുക. കുറച്ചധികം ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെയാണ്, പ്രോബ്ലംസ് കുറവാണ്, പക്ഷെ ഉള്ള പ്രോബ്ലംസ് നിങ്ങൾ പഠിക്കണം. കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ഓക്കെ.